ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ വിലാപയാത്രയ്ക്കിടെ ഇറാനിൽ അമേരിക്കയുടെ വൻ വ്യോമാക്രമണം. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഇതെന്ന് വേണം കരുതാൻ. 80-ലധികം ലക്ഷ്യങ്ങളാണ് അമേരിക്കൻ സൈന്യം ഇറാനിൽ തകർത്തതായി CNN അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ആനുപാതികമല്ലാത്തൊരു ശിക്ഷാ നടപടിയെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിച്ചത്. ബന്ദർബാസ്, സിറിക്, ഖിഷംദീവ് എന്നിവിടങ്ങളിൽ വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. വൻ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ താവളങ്ങൾ, തീരദേശ റഡാറുകൾ എന്നിവയ്ക്കൊപ്പം തന്നെ IRGCയുടെ 60ഓളം പെട്രോളിംഗ് ബോട്ടുകളും, അതായത് ചെറു ബോട്ടുകളും തകർത്തതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിന് പിന്നാലെ ഇറാന് നൽകിയിരുന്ന എണ്ണ ഉപരോധ ഇളവുകളും അമേരിക്ക പിൻവലിക്കുകയുണ്ടായി. തുർക്കിയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിക്കിടയിലാണ് ട്രംപ് ഈ നടപടിക്ക് അനുമതി നൽകിയത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ഖമനേയിയുടെ വിലാപയാത്രാ വേളയിൽ ആക്രമണം നടത്താതിരിക്കുമെന്ന് നേരത്തെ ട്രംപ് വാഗ്ദാനം ചെയ്തെങ്കിലും ഇറാൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതോടെ ആ വാഗ്ദാനം കൂടി ലംഘിക്കപ്പെട്ടു. ട്രംപ് വീണ്ടും ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ സജ്ജരാണ് എന്നാണ് പുതിയ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനിയുടെ മകൻ കൂടിയായിട്ടുള്ള ആയത്തുള്ള മുസ്തഫ ഖമനിയുടെ ഉപദേഷ്ടാവ് മൊഹസൻ റൈസായുടെ പ്രതികരണം. ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബാഖായി ഈ ആക്രമണത്തെ അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ലംഘനമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾക്കായി ഇറാനിലെ നജ്ഫിലായിരുന്നു. യാത്ര പകുതി ഉപേക്ഷിച്ച് അദ്ദേഹം തിരികെ ടെഹ്റാനിലേക്ക് മടങ്ങി. ഖമനിയുടെ ഭൗതിക ശരീരം ജൂലൈ 9-ന് മഷ്ഹദിലെ ഇമാം റൈസ ദേവാലയത്തിൽ സംസ്കരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പുതിയ പരമോന്നത നേതാവായ മകൻ മുസ്തഫ ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിൽ വിദേശ ഇടപെടൽ അനുവദിക്കില്ലെന്ന ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു കരാർ ലംഘനം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഒപ്പുവെച്ച വെടിനിർത്തൽ ധാരണയുടെ ലംഘനം കൂടിയാണിതെന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ ഗാലിബാഫ് കുറ്റപ്പെടുത്തുകയുണ്ടായി. വെടിനിർത്തൽ തകരുമോ എന്ന ആശങ്കയടക്കം ഇപ്പോൾ ലോകം പങ്കുവയ്ക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.